നമ്മൾ തന്നെ എടുത്ത് നമ്മൾ തന്നെ കൊണ്ട് ടെൻഡ് ഇടണം. ഇവിടെ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ സ്വന്തമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വരണം. നമ്മുടെ ഗസ്റ്റ് മാത്രമേ ഈ അവസരം ഓർഗാനിക് കടമാണ്. ക്വാളിറ്റി ബേസ് നോക്കുമ്പം 8mm, 7mm, 6mm അങ്ങനെ പല വെറൈറ്റിയുണ്ട്. മലക്കറി അരിയണം, സാലഡ് ഉണ്ടാക്കണം, നമ്മുടെ കൂട്ടത്തുള്ളവർ തന്നെ മസാല എടുത്തു കൊടുക്കണം. അതുകൊണ്ടാണ് പുള്ളി ഹൈ പ്രൊഫൈൽ ക്ലയൻസ്. കുറേ കാലമായിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്ന കുറച്ച് ഈ ഓഫ് ബീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോകാറുള്ളത്. അപ്പം അങ്ങനെ പോകുന്ന സ്ഥലങ്ങൾ ഇതുപോലെ എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണം, ഒന്ന് ഷൂട്ട് ചെയ്തിട്ട്. ഇത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. കാരണം അങ്ങനെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. മോറോവർ എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് അവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുക, കാണുക, അതൊക്കെയാണ് കൂടുതലും ഇഷ്ടം. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കണം. ടെൻബസ് ആക്ച്വലി ഞാൻ കുറേ നാൾ മുന്നേ ഇതുപോലെ റാൻഡുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ തപ്പി കണ്ടു കിട്ടിയ ഒരു പ്രോപ്പർട്ടിയാണ്. ആദ്യമൊക്കെ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്, പിന്നെ ഫ്രണ്ട്സുമായിട്ട് വരാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ആ ഒരു സ്ഥലം എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു ബോണ്ടായി. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നതാണ്, ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ഈ മറ്റുള്ളവരെ കേൾക്കുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, മറ്റുള്ളവർ നമ്മുടെ സംസാരം കേൾക്കണം. അപ്പം നമ്മൾ അതുകൊണ്ട് അത്രയും അക്ഷരസ്ഫുടതയോടെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഒരു പ്രശ്നം ഉണ്ട് ആക്ച്വലി ഇപ്പോൾ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യത്തെ ഒരു വ്ളോഗായതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്നൊന്നും എനിക്കറിഞ്ഞൂട. എനിക്ക് ഫുള്ളായിട്ടൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡേ ഉള്ളൂ. ഇല്ല അടുത്ത് തന്നെ, അടുത്തടുത്ത് എത്തി. വരുന്ന വഴിയൊക്കെ ഈ സൈഡൊക്കെ ഭയങ്കര രസമാണ്. ഇത് ഇപ്പോഴല്ല, കുറച്ചുകൂടെ ആ ഒരു ക്ലൈമറ്റുള്ള ടൈമുണ്ട്. ഇപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആ ഒരു മഴയുള്ള ടൈമൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിലൊക്കെ ഇവിടെ ഭയങ്കര രസമാണ് കാണാൻ. ഫുള്ള് ഇവിടെയൊക്കെ കോട കയറി ഡിഫറെൻറ്റ് ക്ലൈമറ്റിൽ കാരണം. പിന്നെ അറിയാമല്ലോ, ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കും, കുറച്ചിനി ഒരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവും, കംപ്ലീറ്റ് ഇവിടെ കോട കയറും. ഇങ്ങനെ വിളിച്ചപ്പോഴും അവൻ പറഞ്ഞത് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ്. അങ്ങനെ പോയി നോക്കാം. പുള്ളിയുടെ പ്രോപ്പർട്ടിയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര കിടിലാൻ ഗടിയാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇന്ന് പോകാൻ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ പുള്ളി നിൽപ്പുണ്ട്. അപ്പം അങ്ങോട്ട് പോയി പുള്ളിയും കൂടെ പിക്കാൻ പറ്റും നോക്കട്ടെ. പുള്ളി ഈ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലിനൊക്കെ ഇച്ചിരി സീനുണ്ട്. അപ്പം ഈ കയറാനും നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോക്കാം പുള്ളിയും കൂടെ പിക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളത്. അല്ല, it's really good, so nice, you know. Thank you. how much he paid you? He paid me. സോ അങ്ങനല്ല, നമ്മളിപ്പം ഈ ഫോറിൻ ബെൽജിയം ഇഞ്ചി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി പറയുമായിരുന്നു, നമ്മളിവിടെ കുറച്ച് വോളണ്ടിയറിങ് പരിപാടി തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നമുക്ക് ഇവിടുത്തെ മഡ് ഹൗസും ബാംബു കോട്ടേജ് നേച്ചറുമായിട്ട് ഇണങ്ങി വർക്ക് ചെയ്തൊരു വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് സ്റ്റേയും ഫുഡും ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന സ്കീം എന്ന് വെച്ചാൽ ഓൾറെഡി വേൾഡ് വൈഡ് അങ്ങനെ ഉണ്ട്. ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങളിങ്ങനെ കുറച്ച് പ്ലാൻസൊക്കെ ഇടുമായിരുന്നു. കുറച്ച് ഓവറായിപ്പോയിട്ട് അത്ര ഒന്നും വേണ്ട. ഞാൻ നിന്നെ കുറിച്ച് പുകഴ്ത്തി വരെയിരുന്നു. 5 ലിറ്റർ വെള്ളോ ഓട്ടോ എല്ലാം കിട്ടുമോ? How you found this property? Like, I basically wanted to sleep close to nature, you know. So I was looking for camping and then saw this place. It's good pictures, you know. So I was like, yeah, let's try it. And this guy was waiting for me when I arrived. And from that moment was really nice. Just hospitality, everything was there, you know. Oh yeah. hospitality. അല്ലാതെ പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട്. He's the number 1 racer in Bangalore. അതുകൊണ്ടാണ് ഇങ്ങനെ. My brother.
വണ്ടി ഇങ്ങോട്ട് അവിടെ ടെൻ്റ് അടിക്കണം. നമുക്ക് ആക്ച്വലി വരുന്നൊരു ടെൻറ്റും നമുക്ക് പറഞ്ഞ പോലെ അവിടെ ഫെൻസിങ് ഉണ്ട്. അവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവർ ഫെൻസ് ചെയ്തിട്ടിട്ടുണ്ട് ഫോർ ദ സേഫ്റ്റി കൺസേൺ, നോട്ട് ഫോർ ദ പീപ്പിൾ. അവിടെ നിന്ന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നു. ഇതൊരു ഞാനൊന്നിനും കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇത് അവരുടെ വാഷ്റൂം, അതായത് ഇവിടെയും മുകളിലും ഉള്ളവർക്ക് ഈ വാഷ്റൂം യൂസ് ചെയ്യാം. താഴെ ടെൻറ്റ് ക്യാമ്പിങ് ഉപയോഗിക്കുന്നവർക്ക് അവിടെ വേറൊരു വാഷ്റൂമുണ്ട്. നമുക്ക് അവിടെ നിന്നും പോകാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞ അവിടെ ഒരു വാഷ്റൂം, ഇവിടെ ക്യാമ്പ് ചെയ്യും. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മെയിൻ്റെനൻസിൻ്റെ ഒരു കുറച്ചുകൂടെ ഞാനോട് പറഞ്ഞതല്ലേ, കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇത് കുറേ കാര്യങ്ങൾ, പിന്നെ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നാണ് അവൻ പറയുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ബ്ലൂ കളർ ടാർപ്പാളം. അവിടെയാണ് ആക്ച്വലി ഞാൻ ആദ്യം വരുന്ന സമയത്തൊക്കെ ഈ ഫിഷിംഗ് പരിപാടി ഉണ്ടായിരുന്നു. ഒന്ന് ഫിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ മേക്ക് ഇറ്റ് ഫ്രൈ ഓർ സ്റ്റീം ചെയ്തൊക്കെ തരും. ഒരു ടൈപ്പ് ഓഫ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഇതാണ് അവരുടെ ഒരു പാത്ത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മഴ സമയത്തൊക്കെ വരുന്ന സമയത്ത് ക്യാമ്പിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ ഒരു സ്പേസിൽ എല്ലാവർക്കും കൂടെ ഇരുന്ന് ചില്ല് ചെയ്ത്, പിന്നെ അതെന്തോ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റാണ്, എന്തോ ഒരു വുഡൻ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണ്. ഇത് അവരുടെ ഒരു എന്താ പറയുക, ഞാൻ കാണിച്ചത്. പക്ഷേ അവൻ കിടക്കുന്നതൊക്കെ ഇവിടെയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് ഫയർ എന്ന് പറഞ്ഞാൽ അടുപ്പിലിട്ട് വേവിച്ച് തരും. ഗുഡ് ഫയർ. ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രോപ്പർട്ടി കംപ്ലീറ്റ്. കുറച്ചും കൂടെ വൃത്തിയാവണം. റിനോവേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. നമ്മുടെ ലെബീസ് നമ്മുടെ ചേട്ടന്മാരിപ്പോൾ വരും. സോ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. അതെ, ഞാൻ കുറച്ച് ചേട്ടന്മാരുടെ ലൈഫ് ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ വന്ന സമയത്തൊക്കെ കുറച്ച്, അതെന്ത് ചെടിയായിരുന്നടാ ഇവിടെ ഉണ്ടായിരുന്നത്? ഇതാണ് ഞാൻ പറയുന്ന ആ സാധനം. ഇതെന്ത് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പേരെന്ത്? ഏതാ നീ കയറി വരണം? ഇതാ ഏത് കയറി വരാൻ പാടെന്ന് പറഞ്ഞേ? ഇത് യെസ് ഇതാണ് ഞാൻ പറഞ്ഞ ഈ സംഭവം കുറേ ഇങ്ങനെ സ്പ്രെഡായി കിടക്കും. എൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് കാണിക്കാൻ കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നു, അവിടെ നിന്ന് ചായ ഇട്ടിരുന്നു, ചായ മേടിക്കുന്നു, നേരെ ഇവിടെ വന്നിരിക്കുന്നു. ഫുൾ വ്യൂ. ഇവിടെ ഇപ്പോൾ ഫുൾ ഈ കാട് വെട്ടി തളിക്കണം. ഇവിടെ വ്യൂ ഇല്ല. ഇവിടെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഇപ്പം ഏതൊക്കെ ഈ പ്ലാന്റൊക്കെ വലുതായിട്ടേ ഇപ്പം അങ്ങോട്ടൊന്നും കാണാനും വയ്യ. അല്ലെങ്കിൽ ഇവിടെ ഒരു ടേബിളുണ്ട്, ഇപ്പോൾ ഒളിഞ്ഞ് കിടക്കുന്നില്ല. ഒരു ടേബിളുണ്ട്, അവിടെ ഇരിക്കാം. ഇത്രയേ ഉള്ളൂ. പാക്കിങ് ലീവിങ് എനിക്ക് അറിഞ്ഞൂടാ ആൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഈ വീഡിയോ. കുറേ നാളിങ്ങനെ വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച്. പിന്നെ ഇതൊരു കോർ മെമ്മറി അല്ലേ നമുക്ക്. ഇനി എത്ര കാലം കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഫോർ മീ ഇറ്റ് വാസ് എ ട്രഷർ. ഈ വീഡിയോസൊക്കെ ട്രഷറായിരിക്കും. കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രായമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ. സോ താങ്ക് യു. ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവരോട്